മുസ്ലിം ലീഗിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ പാർട്ടി അതിശക്തമായി പിടിമുറുക്കിക്കഴിഞ്ഞു. ആരെങ്കിലും മന്ത്രിമാർക്ക് നിയമിക്കാനാവില്ല. നേരത്തെ ഇത് സംബന്ധിച്ച് ഒരു പട്ടിക തയ്യാറാക്കാൻ തീരുമാനിച്ചിരുന്നു മുസ്ലിം ലീഗ്. അങ്ങനെ 150 പേരുടെ അന്തിമ പട്ടിക തയ്യാറാക്കി. ഇതിൽ നിന്നുമായിരിക്കും ഇനി നിയമനം നടത്തുക. മന്ത്രിമാർക്ക് തീരുമാനമെടുക്കാം, പക്ഷേ 30 പേരുടെ ഒരു ലിസ്റ്റ് കൈമാറും. അതിൽ നിന്ന് 15 പേരുടെ നിയമനം മന്ത്രിമാർക്ക് നടത്താമെന്നതാണ് സാഹചര്യം. മുസ്ലിം ലീഗ് പലതരത്തിലുള്ള അന്വേഷണങ്ങൾക്കും അവരുടെ പാർട്ടി ബന്ധം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷമാണ് ഇങ്ങനെയൊരു ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ലീഗിൻ്റെ മന്ത്രിമാരുടെ നിയമനത്തിൽ പാർട്ടിയുടെ പിടിമുറുക്കൽ അതിശക്തമെന്നതാണ് സാഹചര്യം. അത്തരമൊരു തീരുമാനത്തെയാണ് മുസ്ലിം ലീഗ് ഉണ്ടാവുന്നത്. ഒരുപക്ഷേ മുൻകാലങ്ങളില്ലാത്ത ഒരു നിയന്ത്രണം തന്നെ ഇക്കാര്യത്തിൽ കൊണ്ടുവരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. CV അനുമോദ് ചേരുന്നു. അനുമോദ്, എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇത്തരമൊരു ശക്തമായ പിടിമുറുക്കൽ തീരുമാനിച്ചത്? മുൻകാല സർക്കാരുകളിലെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ഇടപെടൽ സംബന്ധിച്ച് പാർട്ടിക്ക് ആക്ഷേപമുണ്ടായിരുന്നു. എന്താണ് ഈ പട്ടിക മന്ത്രിമാർക്കിടയിൽ എതിർപ്പുണ്ടാക്കുന്നുണ്ടോ, അതോ ഈ പട്ടിക തന്നെ അവർക്ക് അംഗീകരിക്കേണ്ടി വരുമോ? സജിത്ത്, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ അവർ കൃത്യമായിട്ട് ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ മുൻപ് തുടർന്നിരുന്ന ഒരു നയമല്ല ഇത്തവണ സ്വീകരിച്ചിരിക്കുന്നത് പാർട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുമ്പൊക്കെ മന്ത്രിമാർക്ക് സ്വയം തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് എല്ലാം നടക്കുന്നത്. അതായത് പാർട്ടി നിർദ്ദേശിക്കുന്നവരെ മാത്രമേ മന്ത്രിമാർക്ക് തിരഞ്ഞെടുക്കാനാകൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ മുമ്പ് തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. 1000-ലധികം ആളുകളുടെ വലിയ ഒരു ജംബോ പട്ടിക തന്നെ തയ്യാറാക്കിയിരുന്നു. പഞ്ചായത്ത് തലം, അതേപോലെ മണ്ഡലം, ജില്ലാതലം, സംസ്ഥാന തലം, അങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ട് ഈ ഒരു പട്ടിക തയ്യാറാക്കുന്നതിന് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും അവസാനം ലഭ്യമായ വിവരം, ഒരു മന്ത്രിക്ക് തിരഞ്ഞെടുക്കാവുന്ന ആളുകളുടെ 30 പേരുടെ ഒരു പട്ടികയാണ് പാർട്ടി നൽകിയിരിക്കുന്നത്. ഇതിൽ 15 പേരെ മന്ത്രിക്ക് തിരഞ്ഞെടുക്കാം. ബാക്കി 12 പേർ മറ്റ് ട്രാൻസ്ഫറും മറ്റ് ഡെപ്യൂട്ടേഷനും മറ്റ് നിയമനങ്ങളുമായിട്ടൊക്കെ വരിക. 27 പേരാണെന്നാണ് കണക്ക്. എന്താണെങ്കിലും 15 പേരെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം മന്ത്രിക്കാണ് അന്തിമമായിട്ടുള്ളത്. അതിൽ മന്ത്രി നിർദ്ദേശിച്ച ആളുകൾ ഈ പട്ടികയിലുണ്ടെങ്കിൽ അവർക്ക് അതിൽ ഉൾപ്പെടുത്താവുന്ന സംവിധാനമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ ഒരു വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഇത്രയും ജാഗ്രതയോടെ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. മുൻപ് പലപ്പോഴും ഈ സ്റ്റാഫ് നിയമനം പല വിവാദങ്ങൾക്കും വഴിയൊരുക്കിയൊരു സാഹചര്യമുണ്ട്. അത്തരം വിവാദങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലാണ്. ഈ പട്ടികയിൽ അപേക്ഷ നൽകിയവരുടെ വിശദാംശങ്ങൾ, അവരുടെ പാർട്ടിയുമായിട്ടുള്ള ബന്ധം, പാർട്ടിയുടെ ഏത് തലത്തിൽ അവർ പ്രവർത്തിക്കുന്നു, പാർട്ടിക്ക് മുൻപ് എന്തെല്ലാം പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ അവരുടെ മറ്റേതെങ്കിലും കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ അവർ ഉൾപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയെല്ലാം വളരെ വിശദമായിട്ട് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും രാഷ്ട്രീയപരമായ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നത്. മുൻപ് ഇലക്ഷന് മുമ്പ് തന്നെ സർവേ നടത്തിയിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗ്. ഈ സർവേക്ക് നിയോഗിച്ച അതേ സംഘം തന്നെയാണ്, അതേ തരത്തിൽ തന്നെയാണ് സ്റ്റാഫ് നിയമനത്തിനുള്ള കാര്യങ്ങളും പരിശോധിച്ചിരിക്കുന്നത്. അതായത് ആളെ അറിഞ്ഞ് നിയമിക്കുക എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണെങ്കിലും വിവാദങ്ങൾ വരാൻ, അതായത് ഉൾപ്പെടാത്തവർ, ഈ പട്ടികയിൽ ഉൾപ്പെടാത്തവർ ഒരുപക്ഷെ ഇതിനെതിരെ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ തന്നെയും സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിലും അതുപോലെ തന്നെ അതിനുശേഷമുള്ള തീരുമാനങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് മുൻപൊന്നും സ്വീകരിക്കാത്ത തരത്തിലുള്ള ജാഗ്രത കാണിച്ചിരുന്നു. ഒരു പരമാധികാരം പാണക്കാടിലേക്ക് ഒതുങ്ങുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ സമീപനത്തിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് ഈ സ്റ്റാഫ് നിയമനത്തിലും അതിൻ്റെ രീതികളും വഴിവെച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരത്തോടെ ഇക്കാര്യത്തിൽ സ്റ്റാഫുകളുടെ കാര്യത്തിൽ അന്തിമ രൂപമാകുമെന്നാണ് അറിയാനാകുന്നത്. പാർട്ടി നിർദ്ദേശിക്കുന്നവരെ മാത്രമേ മന്ത്രിമാർക്ക് സ്റ്റാഫാക്കി വയ്ക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഈ പുതിയ ശൈലിയിൽ വന്നതിൻ്റെ, പുതിയ ശൈലി രംഗത്ത് വന്നതിൻ്റെ മാറ്റമായിട്ട് പറയാനുള്ളത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ലീഗിൽ ഒരു മാറ്റമാണ്. അത് പലപ്പോഴും UDF സർക്കാരുകൾ വരുമ്പോൾ നമുക്കറിയാം, പേഴ്സണൽ സ്റ്റാഫൊക്കെ രാഷ്ട്രീയമായ പാർട്ടി ബന്ധമൊന്നും അത്ര കണ്ട് പരിഗണിക്കപ്പെടാറില്ല. പക്ഷേ ഇത്തവണ എല്ലാവരും അതിശക്തമാണ്. കോൺഗ്രസിലും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ചില CPM ബന്ധമുള്ളവരെ മന്ത്രിമാർ സ്റ്റാഫിൽ ഉൾപ്പെടുത്തി, MLA മാർ സ്റ്റാഫിൽ ഉൾപ്പെടുത്തി എന്ന വിവാദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ കഴിഞ്ഞ 10 വർഷം പുറത്തു നിന്ന മുന്നണിയും പാർട്ടിയും എന്ന രീതിയിൽ ഇഴകീറി പരിശോധിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് പൊതുരീതിയുള്ളത്. അതിൽ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നത് മുസ്ലിം ലീഗാണ്. പാർട്ടി ബന്ധവും ഒപ്പം അവരുടെ വ്യക്തി സാഹചര്യങ്ങളും ഒക്കെ ഒന്ന് പാർട്ടി പരിശോധിച്ച ശേഷം മാത്രം ആരെയെങ്കിലും സ്റ്റാഫിൽ ഉൾപ്പെടുത്തില്ല എന്നതാണ്. കാരണം മന്ത്രിമാരുടെയും വകുപ്പിൻ്റെയും ആ പെർഫോമൻസ് ജനങ്ങളിലേക്ക് എത്തുന്നത് പേഴ്സണൽ സ്റ്റാഫിൽ കൂടിയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ടാണ് ആ തീരുമാനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.